ഫസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇൽമുൻ നഹ്വ് ഇതിന് ശേഷമായിരിക്കും പഠിക്കുക. ഇപ്പോൾ പാരമ്പര്യമായിട്ട് ദർസുകളിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ഇൽമു സർഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ സൊറാഫൊക്കെ കേട്ടിട്ടുണ്ടാവും. മസ്റഫ്, ട്രാൻസാക്ഷൻ, ബാങ്കിനൊക്കെ പറയും. മണി എക്സ്ചേഞ്ച്, ഇതിനൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ട്രാൻസാക്ഷൻ വിനിമയം എന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ ക്യാഷാണ് വിനിമയം ചെയ്യുന്നതെങ്കിൽ ഇവിടെ വാക്കുകൾ, പദങ്ങൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അതാണ് ഇൽമു സർഫ് എന്ന് പറഞ്ഞത്. ഒരു വാക്ക് തന്നെ ഈ അറബിന്റെ വലിയൊരു പ്രത്യേകത, ഒരു വാക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് അതേ ആ ഒരു പദങ്ങളുള്ള, ആ ഒരു വേർഡ്സ് ഉള്ള വ്യത്യസ്ത പദങ്ങളുടെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ഫഅല എന്നാണെങ്കിൽ ഫായില് എന്നൊരു സാധനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു, പ്രവർത്തിച്ചു എന്നാണ്. അപ്പം അതിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ ഫഅല എന്നുള്ളത് യഫ്അലു എന്നാകുമ്പോൾ അതിന് ചെറുതായിട്ട് അർത്ഥം മാറും. ഉദാഹരണത്തിന് ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം വരിക. യഫ്അലു എന്നാകുമ്പോൾ ഒരാൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നായിരിക്കും അതിനർത്ഥം വരിക. ഇനി ആ ഒരു സെയിം വേർഡ്സ് തന്നെ ഫാഇൽ എന്ന രൂപത്തിലാകുമ്പോൾ അതിനെന്തായി, പ്രവൃത്തി ചെയ്ത ആള് എന്നർത്ഥം വരും. യഫ്അലൂന എന്ന് ആകുമ്പോൾ പ്രവൃത്തി ചെയ്ത കുറേ ആൾക്കാർ എന്നർത്ഥം വരും. തഫ്അലൂന എന്നാകുമ്പോൾ അവള് പ്രവർത്തിക്കുന്നു എന്നർത്ഥം വരും. ഇങ്ങനെ പല രീതിയിൽ ഒരേ വേർഡ്സ് തന്നെ, സെയിം ലെറ്റേഴ്സ് തന്നെ പല രീതിയിൽ മാറുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഒരു ലെറ്റർ അതിൻ്റെ കൂടെ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു അലിഫ് കൂടുമ്പോൾ പല രീതിയിൽ അർത്ഥത്തിന് മാറ്റം വരും. അതാണ് നമ്മൾ ഇൽമു സർഫിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇതിൻ്റെ വാക്കിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഇനി ഇൽമുൻ നഹ്വ് ആകുമ്പോൾ, ഇപ്പോൾ ഇൽമു സർഫാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷമാണ് ഇൽമുൻ നഹ്വ് പഠിക്കുക. ഇൽമുൻ നഹ്വിലാകുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പഠനമാണ്. ഡീപ്പ് മീൻസ് ഇപ്പോൾ ഫാഇൽ എന്നുണ്ടാവും. ഇപ്പോൾ അറബിയിൽ ചില സ്ഥലത്താകുമ്പോൾ ഫാഇലുൻ എന്നായിരിക്കും വരിക, ചിലയിടത്ത് ഫാഇലിൻ എന്നായിരിക്കും വരിക. അതിൻ്റെ അവസാനത്തിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഇത്തരം മാറ്റങ്ങൾ പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ത്, ഇൽമുൻ നഹ്വ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല നിയമങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാണിനെ കുറിക്കുന്ന പദം വന്നാൽ ഇപ്പുറത്തും ആണാകണം. ഇപ്പോൾ ഹിയ, അവൾ എന്നാണെങ്കിൽ അവൾ പ്രവർത്തിക്കുന്നവളാണ് എന്നാണ് നമ്മൾ പറയാം. അവൾ പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറയില്ലല്ലോ. അപ്പോൾ ആ ഒരു നിയമങ്ങൾ, ഇപ്പോൾ ഹിയ ജാലിസത്ത്, അവൾ ഇരിക്കുന്നവളാണ്, അങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാവും. അപ്പം അത്തരം നിയമങ്ങൾ പഠിക്കുന്നതാണ് നഹ്വ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇൽമു സർഫിന്റെ കിതാബ് ഓൾറെഡി ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ തുടക്ക ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഇൽമ്, ഒരു വിഷയം പഠിക്കാൻ പോകുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ആദ്യം മനസ്സിലാവണമല്ലോ. അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാല അബുൽ ഫത്തഹ്. എങ്ങനെ? ഇപ്പോഴോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ആണോ? അപ്പോൾ ചിലയിടത്ത് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, ഒന്നുകൂടി ജോയിൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവായിരിക്കും. ഇതിൽ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും അഹമ്മിയത്തു ഇൽമു സർഫ്. ഇൽമു സർഫ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യമാണ്. ഇത് നമ്മൾ ഒന്ന് ഓടിച്ചു വിടുന്നേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് അതിന് മനസ്സിലാക്കണമല്ലോ, വായിച്ചർത്ഥം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അബുൽ ഫത്ത് ഉസ്മാൻ ഇബ്നു ജിനി അൽ മാറൂഫ് ഇബ്നു ജിനി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട്. ഹിജ്റ 392 വഫാത്തായവരാണ്. അവർ പറഞ്ഞിട്ട് എന്ത്, മിനൽ വാജിബി മൻ അറാദ മാരിഫത്തൻ നഹ്വി അൻ യബ്ദ മാരിഫത്തി തസ്രീഫി. ഇൽമുൻ നഹ്വ് പഠിക്കണമെങ്കിൽ,
ഇൽമു നഹ്വ് പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് പഠിക്കണം? സർഫ് പഠിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞു സർഫിന്റെയും ഇൽമു നഹ്വിന്റെയും ചെറിയ വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇൽമു സർഫ് പഠിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഇൽമു നഹ്വ് പഠിക്കണമെങ്കിൽ ആദ്യം ഇൽമു സർഫ് കൊണ്ട് തുടങ്ങണം എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാല അബുൽ ഹുസൈൻ അഹമ്മദ് ബിൻ ഫാരിസ് ബിൻ സക്കരിയ അൽ കസ്വീനി ഇമാം എന്ത് പറഞ്ഞു? ഹിജ്റ 395 വഫാത്തായ ഇമാമാണ്. വമ്മത്ത് തസ്രീഫു ഫഇന്നമൻ ഫാത്ത ഇൽമുഹു ഫാത്തഹുൽ മുഅ്ലമു. ഇൽമു സർഫ് ഇൽമു തസ്രീഫ് ആർക്കെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ മുഖ്യമായ ഭൂരിഭാഗം ഇൽമുകളും അവനെ അറിയാണ്ടായി പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഭാഷ മര്യാദക്ക് ഇല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതൊന്നും കംപ്ലീറ്റ് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് വ്യാകരണം അല്ലെ ഗ്രാമർ കംപ്ലീറ്റ് ഏതായാലും നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ. ഇനി കാല അഹമ്മദ് ബിൻ അലി ബിൻ മസ്ഊദ് അൽ മുതവഫ ഹവാലി സന 700 ഹിജ്റ 700 ഏകദേശം വഫാത്തായ പണ്ഡിതനാണ് അലി ബിൻ മസ്ഊദ്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഇല മന്ന സർഫ ഉമ്മുൽ ഉലൂമി വൻ നഹ്വ അബൂഹ. ഒരു പുതിയ കെമിസ്ട്രിക്കൊക്കെ പറയല്ലോ, കെമിസ്ട്രിന്റെ പിതാവ് ആരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മൊത്തത്തിലുള്ള ഇൽമുകളുടെ ഉമ്മ ആരാണെന്നാണ് പറയുന്നത്? സർഫാണ്. നഹ്വ അബൂഹ. നഹ്വ് എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പയാണ്. അപ്പൊ ഉപ്പയും ഉമ്മയുമായി നഹ്വും സർഫും കൂടി. ഇത് തിരിഞ്ഞാലേ എന്തേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി കാല അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ജമാലുദ്ദീൻ ഹുസൈനിയു 776 ഹിജ്റ വഫാത്തായ പണ്ഡിതനാണ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ജമാലുദ്ദീൻ ഹുസൈനി. അവർ പറഞ്ഞു ഇന്നമൻ അറാദ അൻ യകൂന ലഹു മിൻഹത്തുൻ മിനൽ കിതാബില്ലാഹി വൽ കലാമിൻ നബവി ഫൽയസ്രിഫ് ഇനാന ഹിമ്മത്തിഹി ഇലാ ഇൽമി സർഫി. അപ്പോൾ ഒരാള് അള്ളാഹുവിന്റെ കലാം ഖുർആന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാൽ, പിന്നെ അതേപോലെ തന്നെ ഹദീസും നബിതങ്ങളുടെ കലാമും മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം. ഇൽമു സർഫ് നല്ലോണം പഠിക്കണം. ഫയജ്അൽഹു നുസ്ബത്ത് തറഫി മുശമ്മിറൻ അൻ സാക്കിൽ ജിദ്ദി ലിയഊസ ഫി തയ്യാരി ബിഹാരിൽ കിതാബി വഫറായിദിഹി വതഫഹസ ലതായിഫൽ കലാമിൻ നബവി വഫവായിദഹു. ഇതിൽ നിന്നൊക്കെയുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ആഴത്തില് വളരെ പരിശ്രമിച്ചുകൊണ്ട് ഈ സർഫ് അതുപോലെ തന്നെ നഹ്വ് ഇത് രണ്ടും ഭാഷ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഷാഫി ഇമാമിന്റെ ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അവര് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാട്ടിലായിരുന്നു കുട്ടിക്കാലത്ത് ചെലവഴിച്ചത്. അപ്പൊ അത് പിന്നീട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ ഭാഷയിലായാലും മറ്റൊരുപാട് കവിതകളൊക്കെ എഴുതാൻ വേണ്ടി ഷാഫി ഇമാമിനെ സഹായിച്ചത് ആ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാക്കിയെടുത്ത എന്താണ് പദങ്ങളും ആ ഒരു ഭാഷയൊക്കെ ആയിരുന്നു. നബിതങ്ങളുടെ കാലത്തും മക്ക എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് മാറിയിട്ടായിരുന്നു ചെറിയ കുട്ടികളൊക്കെ വളർത്താൻ വേണ്ടി അന്ന് കൊടുക്കാറുണ്ടായിരുന്നത്. അതിനൊരു കാരണം അത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാര് നല്ല ഭാഷയിലൊക്കെ വളരെ ഒന്നാമത് ടൗണിന്റെ ഒരു എന്താ പറയാ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഭാഷയിൽ കുറച്ചുകൂടി ഉഷാറാവാൻ വേണ്ടിയിട്ടുമായിരുന്നു അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇനി കാല അഹമ്മദുൽ ഹംലാവി ആ പണ്ഡിതൻ ഹിജ്റ 1381 വഫാത്തായി. അവർ പറഞ്ഞു ഫമൻ തളമ ഇഖദു ഇൽമിൻ ഇല്ലാ വസ്സറഫു വാസിതതുഹു വലർതഫ മനാറത്തുൻ ഇല്ലാ വഹുവ ഖായിദതുഹു ഇത് ഹുവ ഇഹ്ദാ ദആഇമിൽ അദബി വബിഹി തുറഫു സഅതു കലാമിൽ അറബി ഫതൻജലി ഫറായിദു മുഫ്രദാത്തിൽ ആയാത്തിൽ ഖുർആനിയത്തി വൽ ഹദീസിൻ നബവിയ്യ. എല്ലാ ഇൽമുകളും മനസ്സിലാക്കണമെങ്കിലും അതേപോലെ തന്നെ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥങ്ങൾ വിശദമാകണമെങ്കിലും അതേപോലെ നബീതങ്ങളുടെ ഹദീസുകളുടെ ആശയങ്ങൾ മനസ്സിലാകണമെങ്കിലും ഒക്കെ ഈ സർഫ് വാസിത്തയാണ്. ഈ ഭാഷ ഇൽമു സർഫ് അതിന്റെ ഒരു മാധ്യമമാണ്. അപ്പൊ ആ മാധ്യമം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ്. ഇനി അപ്പൊ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി പല പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു.
ഉം. ഇനി ഇതിന്റെ നഷ്അത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ശാസ്ത്രം ഉണ്ടായത് നബിതങ്ങളുടെ കാലത്ത് വ്യാകരണ ശാസ്ത്രം ഉണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അറബി അന്നേ ഉണ്ടല്ലോ. അറബി നബിതങ്ങൾക്ക് മുമ്പും ഖുറാനിന് മുമ്പും ഉണ്ട്. പിന്നെ വ്യാകരണ ശാസ്ത്രം എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? നബിതങ്ങളുടെ കാലത്ത് ഉണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ഉം. ഒപ്പം എന്ന് വെച്ചാല് ഏതായിരിക്കും ആദ്യം ഉണ്ടാവുക? ഭാഷയാണോ വ്യാകരണമാണോ ആദ്യം ഉണ്ടാവുക? അതൊരു ചിക്കൻ എഗ് ക്വസ്റ്റ്യൻ ആണല്ലേ? അത് ഈ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ. അല്ല, അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ല. ഏതായാലും ആദ്യം ഭാഷ ഈ ഇൽമു സൊറഫും നെഹ്വൊക്കെ പഠിക്കുമ്പോൾ നമ്മള് പലപ്പോഴും പറയും ആദ്യം ഭാഷയാണ് ഉണ്ടായത്, പിന്നെയാണ് നിയമങ്ങളൊക്കെ വന്നതെന്ന്. അത് ഭാഷ പഠിക്കാനുള്ള സുഖത്തിനാണ് നിയമങ്ങൾ ഉണ്ടായത്. ശരിക്കും ഭാഷ മനുഷ്യന്റെ ഒരു അത്യാവശ്യമായിരുന്നല്ലോ. പരസ്പരം കൂട്ടായിട്ട് ജീവിക്കുമ്പോൾ എന്ത് വേണം? സംവദിക്കാൻ വേണ്ടി, സംസാരിക്കാൻ, ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, കൈമാറാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു മാധ്യമമാണ് ഭാഷ എന്ന് പറഞ്ഞത്. അതാദ്യം നിയമങ്ങൾ നോക്കിയിട്ടല്ല മനുഷ്യന്മാരുണ്ടാക്കിയത്. അതൊരു എന്താ പറയാ നിർബന്ധിതാവസ്ഥയിൽ ഉണ്ടായി പോയതാണ്. പിന്നെയാണ് അതിനനുസരിച്ച് നിയമങ്ങൾ വന്നത്. അത് ചിലപ്പോ ആ നാട്ടുകാർക്ക് അത്ര അത്ര ഇമ്പോർട്ടന്റ് അല്ല നിയമങ്ങൾ. നമ്മളിപ്പം മലയാളത്തിലുള്ള കർത്താവും കർമ്മവും അതൊന്നും പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ന കാര്യം തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറയാൻ പഠിച്ചത്. മറിച്ച് നമ്മള് ആ ആ ആ ഭാഷയിൽ വളർന്നത് കൊണ്ട് അത് നമ്മൾ കൂടി ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് ശരിയല്ല എന്നൊക്കെ. അത് ഈ പണ്ടത്തെ സ്കൂളുകളിലെ സിസ്റ്റത്തിൽ എന്തായിരുന്നു, ഈ മലയാള വ്യാകരണം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അത് ഏകദേശം പോയിട്ടുണ്ട്. അത് മലയാളം ഫസ്റ്റ് സെക്കൻഡ് എടുത്താൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ വ്യാകരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കാരണം അത് അത്ര പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോറിനേഴ്സ് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ് ശരിക്കും വ്യാകരണത്തിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഇപ്പോ എഡിറ്റേഴ്സ് ഒക്കെ ആയ ആൾക്കാർ മലയാളം തന്നെ സ്പെസിഫിക് ആയിട്ട് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വ്യാകരണമൊക്കെ പഠിച്ചിരുന്നു വരാം. അപ്പൊ അവിടെയാണ് ആവശ്യം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ നഹ്വിലും സൊറഫിലൊക്കെ ഒരുപാട് നിയമങ്ങൾ പറയും. ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ട് എന്നിട്ട് ചിലപ്പോ അവര് പറയും ഈ ഫീൽ ഇങ്ങനെയാണ്. അതായത് ഒരു 5 രൂപത്തിൽ ഫീലുകൾ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഓരോന്ന് എണ്ണീറ്റ് ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ പറയും ഇതിൽ പെടാത്ത കുറച്ച് സാധനമുണ്ട്. അതിന് ഷാദ് എന്നൊക്കെ പറയാം. ഷാദ് നിയമത്തിൽ നിന്ന് തെറ്റിയ സാധനമാണ്. അപ്പൊ അതെന്താ അങ്ങനെ വന്നത്? ആദ്യം നിയമം ഉണ്ടാക്കിയിട്ട് പിന്നെ ലാംഗ്വേജ് ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമാണല്ലോ. അപ്പൊ എല്ലാതും ഇതിലേക്ക് ആദ്യം 5 ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കൊള്ളിച്ചാൽ മതി. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല. ആദ്യം ആൾക്കാർ സംസാരിച്ചിരുന്ന ഒരു സംഭവം പിന്നീട് നിയമമാക്കിയപ്പോ ആ നിയമത്തിലും പെടാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ റെവല്യൂഷൻ ആയിട്ട് ഈ ശാസ്ത്രത്തിന്റെ ഈ ഒരു പഠനശാഖയുടെ തുടക്കമായിട്ട് പറയാനുള്ളത്. ഇതുപോലെ തന്നെയാണ് നബിതങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആനൊക്കെ ഓതുന്ന സമയത്ത് പലരും പല രീതിയിൽ അവരുടേതായ രീതിയിൽ ഓതാൻ തുടങ്ങിയപ്പോൾ അലി റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അബുൽ അസ്വദ് ദ്വലി എന്ന അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. അബുൽ അസ്വദ് ദ്വലി എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഈ നെഹ്വിനെയും അതേപോലെ തന്നെ ഇൽമു സർഫിനെയും നെഹ്വിനെയും ക്രോഡീകരിച്ച് അതിന്റെ നിയമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ഗ്രന്ഥങ്ങൾ എഴുതുന്നതും അതൊരു പഠനശാഖ ആക്കിയിട്ട് സെപ്പറേറ്റ് രൂപപ്പെടുത്തുന്നതും. അപ്പോൾ ഇതിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഈ അബുൽ അസ്വദ് ദ്വലി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഈ പാരഗ്രാഫിലെ ഫസ്റ്റ് വരി അബുൽ അസ്വദ് ദ്വലി അൽ മഷൂരി. ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് വാലിയു ഇൽമുൻ നെഹ്വായിട്ട് അറിയപ്പെടുന്നത്. ഇൽമുൻ നെഹ്വിന്റെയും ഇൽമു സൊർഫിന്റെയും ഫൗണ്ടർ മൂപ്പർ തന്നെയാണ്. അബുൽ അസ്വദ് അലി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതൊരു സെപ്പറേറ്റ് പഠനശാഖയായിട്ട് രൂപപ്പെടുന്നത്. അതിന് നേതൃത്വം വഹിച്ച പണ്ഡിതനാണ് അബുൽ അസ്വദ് അലി. അപ്പോൾ വഹാബികളൊക്കെ പല പുത്തൻവാദികളും പറയുന്ന ഒരു കാര്യം കൂടിയാണത്. നബിതങ്ങളുടെ കാലത്ത് ഈ മദ്ഹബുകളൊക്കെ ഉണ്ടായിരുന്നോ? നബിതങ്ങളുടെ കാലത്ത് ഇല്ലാത്തൊരു സാധനം പിന്നെന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കേണ്ട. ഈ തസവുഫ് നബിതങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ? അപ്പൊ അത് ആ കാലത്ത് ആവശ്യമില്ല. ആ കാലത്ത് എല്ലാ മദ്ഹബുകളും അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. സ്വഹാബത്തിന്റെ
സ്വഹാബത്തിന്റെ കാലത്ത് 4ൽ കൂടുതൽ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ സ്വഹാബിക്കും വലിയ വലിയ സ്വഹാബികൾക്കോ അവരുടേതായ മദ്ഹബ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ച് അത് നമുക്ക് ശരിയാവണമെന്നില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് അവരുടെ മദ്ഹബല്ല. അത് അല്ലാത്തത് കൊണ്ടല്ല, അല്ല അത് തെറ്റായതുകൊണ്ടല്ല, മറിച്ച് നമുക്ക് എന്തില്ല അവരുടെ പൂർണ്ണമായ രീതിയിൽ എത്തിയിട്ടില്ല. നമുക്ക് പൂർണ്ണമായി എത്തിയത് ഈ 4 മദ്ഹബാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളാണ് നമുക്ക് എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം ഉള്ള പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചു ഈ ഒരു 4 മദ്ഹബ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് ഈ 4 മദ്ഹബിൽ അഹ്ലു സുന്ന ഒതുങ്ങിയത്. അപ്പൊ ഇതിനപ്പുറത്ത് കിടക്കുന്നത് എന്താണല്ലോ, അത് അഹ്ലു സുന്നയുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയെല്ലാം മദ്ഹബുകൾ ഉണ്ടായിരുന്നു. വിധങ്ങളുടെ കാലത്ത് ഒരു മദ്ഹബും ഇല്ല. മദ്ഹബില്ല എന്നല്ല, പല മദ്ഹബുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരി. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ഇൽമിന്റെ ഒക്കെ ആവശ്യം വരുന്നത് പിന്നീട് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ്. ഓക്കെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നഷ്അത്ത് ഇൽമു സർഫ് നമുക്ക് തത്തബ്ബുറുഹു, അപ്പോൾ ഇതിന്റെ തുടക്കവും ഇൽമു സർഫിന്റെ തുടക്കവും അതിന്റെ തത്തബ്ബുർ, അതിന്റെ വികാസം. പിന്നെ താരീഖ് സർഫി വ താരീഖുൻ നഹ്വി. ഇപ്പൊ സർഫിനും നഹ്വിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി അല്ല, രണ്ടും ഒറ്റ ഹിസ്റ്ററി തന്നെയാണ്. രണ്ടും ഒരു ഇൽമിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് പാർട്ടാണ്. ഇപ്പൊ സർഫു കാന ജുസ്അൻ മിൻ അജ്സാഇ നഹ്വി. അപ്പോൾ ആദ്യം നഹ്വിന്റെ ഒരു ഭാഗമായിരുന്നു സർഫ്. ലാക്കിൻ ഖവായിദ് സർഫി കാനത്ത് മുതഅഖിറതൻ ഫിൽ വദി അൻ ഖവായിദിൽ ഇറാബി ലിഅന്ന ലഹ്ന ഫശാ അവലൻ ഫിൽ ഇറാബി. പക്ഷേ പിന്നെ അതിന് ശേഷമാണ് ഈ സർഫിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്താ പറയാ പുസ്തകങ്ങളും കിതാബുകളൊക്കെ എഴുതി തുടങ്ങിയത്. കാരണം ആദ്യമായിട്ട് തെറ്റുകൾ കണ്ടത് ഏതിലാണ്? ഇൽമുൻ നഹ്വിലാണ്. ഇൽമുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ ഇറാബൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കലാമിന്റെ അവസാനത്തിൽ എന്ത് ഉച്ചരിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇറാബിലൊക്കെ വരിക. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് തെറ്റുകൾ കണ്ടത്. അപ്പോൾ ആദ്യം ഒരു 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 പ്രശ്നം വരുമ്പോഴാണല്ലോ അതിനായിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുക. ഇപ്പോൾ ക്യാൻസറിന് കോവിഡ് വന്നപ്പോൾ എന്താ ചെയ്യുക, അതിനുള്ള വാക്സിൻ കണ്ടെത്തി. അപ്പൊ അതുപോലെ എല്ലാ എല്ലാ പഠനങ്ങളും ഓരോ പ്രശ്നത്തിനുള്ള പരിഹാരം ആയിട്ടാണ് വരുന്നത്. ബിസിനസ്സുകൾ അങ്ങനെയാണല്ലോ, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ബിസിനസ്മാന്റെ അവരുടെ സക്സസ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആദ്യം പ്രശ്നം കണ്ടത് ഇറാബിലായിരുന്നു. അപ്പോൾ ഇൽമുൻ നഹ്വ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഇൽമു സർഫ് ഒരു പഠനശാഖ എന്ന രീതിയിൽ ഉൾക്കൊള്ളാനും അത് കിതാബുകൾ രചിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കാം? ആദ്യം ഇൽമുൻ സർഫ് പഠിക്കണം, അതിനുശേഷമാണ് ഇൽമുൻ നഹ്വിലേക്ക് കടക്കുക. ഓക്കെ, ഇനിയാണ് വാദിയു ഹാദൽ ഇൽമി ഹുവ വാദിയു ഇൽമുൻ നഹ്വി. അപ്പോൾ ഇൽമു സർഫിന്റെ ഫൗണ്ടറും ആരാണ്? ഇൽമുൻ നഹ്വിന്റെ ഫൗണ്ടറും ഒരാൾ തന്നെയാണ്. വഹുവ അബുൽ അസ്വദ് ദുഅലി അലൽ മഷ്ഹൂരി. അബുൽ അസ്വദ് ദുഅലി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. വഅവ്വലു മൻ ഫസ്സല ഇൽമു സർഫി മിൻ ഇൽമിൻ നഹ്വി ഹുവ അബൂ ഉസ്മാൻ അൽ മാസിനി. അപ്പോൾ അബുൽ അസ്വദ് ദുഅലി എന്ന പണ്ഡിതനെ ഇൽമു സർഫ് ഇൽമുൻ നഹ്വും ഒരുപോലെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. മീൻസ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇൽമു സർഫ് സെപ്പറേറ്റും ഇൽമുൻ നഹ്വ് സെപ്പറേറ്റും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൽമു സർഫിനെയും ഇൽമുൻ നഹ്വിനെയും സെപ്പറേറ്റ് വേർതിരിച്ചത് ആരാണ്? അബൂ ഉസ്മാനുൽ മാസിനി. അബൂ ഉസ്മാനുൽ മാസിനി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. അവ്വൽ കിതാബിൻ ഇസ്തഖല്ല ബി സർഫി. സർഫിൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടായ കിതാബാണെന്ത്? കിതാബു തസ്രീഫ്. അത് ഈ പണ്ഡിതൻ പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞല്ലോ. അബൂ ഉസ്മാനുൽ മാസിനി എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഈ ഇൽമു സർഫിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കിതാബു തസ്രീഫ് എന്ന പേരിൽ കിതാബ് ഉണ്ടാക്കിയത്. ഹലോ, ക്ലിയർ അല്ലേ? എല്ലാവരും ഇല്ലേ? ഞാൻ ഒരേ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, ക്ലിയർ ആണോ?
ഉം. ഇവിടെ ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? ബോറടിക്കണ്ട. ഇങ്ങനെ മോണോലോഗ് ആയി പോകുന്നുണ്ട്. നിങ്ങള് ശരിക്കും ക്ലാസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലാസ് എടുക്കണല്ലോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോ അവലു من رتب وصاغ التمارين التدريبية للصرف معاذ بن مسلم الهراء الكوفي. ഇപ്പോ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ഇൽമു സൊറഫിന് വേണ്ടിയിട്ട് കിതാബ് തസ്രീഫ് എന്ന കിതാബ് ഉണ്ടാക്കിയത് അബൂ ഉസ്മാനുൽ മാസിനി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തമ്രീനുകൾ, കുറച്ച് എക്സസൈസസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിൽ ഇത് ഓർഡർ ആക്കി ആളാരാണ്? പണ്ഡിതനാരാണ്? മുആദ് ബിനു മുസ്ലിമുൽ ഹറ അൽ കൂഫി. ആ പണ്ഡിതനാണ്, മുആദ് ബിൻ മുസ്ലിം എന്ന പണ്ഡിതനാണ് അങ്ങനെ ഓർഡർ ആയിട്ട് സെപ്പറേറ്റ് പ്രാക്ടീസസും എക്സസൈസസ് ഒക്കെ വെച്ച് ഇത് ചെയ്തത്. ശരിക്കും അങ്ങനെ പഠിക്കണം സൊറഫ്, എന്നാലേ കാര്യമുള്ളൂ. ഈ കിതാബിന്റെ ഇൻട്രൊഡക്ഷന് ഈ പുതിയ കോപ്പി ആകുമ്പോൾ അതിൽ എന്തുകൊണ്ട് പണ്ട് നമ്മൾ കിതാബിൽ ദർസിൽ പഠിക്കുന്ന സിസ്റ്റത്തിന് പുറമെ അതിലുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ട്, അതിന് പുറമെ കുറച്ച് എക്സസൈസസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഇത് കാണാതെ പഠിച്ചതുകൊണ്ട് ഉപകാരമില്ല എന്നല്ല, പക്ഷേ ലാംഗ്വേജ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രാക്ടീസസ് കൂടുതൽ ഉപകരിക്കും. നമ്മൾ പല അറബ് നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ കേൾക്കുന്ന അറബിയും ഈ അറബിയും നല്ല വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിലുള്ള നിയമങ്ങളല്ല ഇപ്പോ പൊതുവെ അറബികളുടെ സംസാരത്തിലൊക്കെ ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് ചില വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. മുമ്പ് അറബി ഭാഷ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? മീൻസ് ചിലപ്പോ ഇതിനു വേണ്ടിയിട്ട് ജോലിന്റെ ഭാഗമായിട്ടൊക്കെ അറബി പഠിച്ചവരുണ്ടാവും. അറബി സംസാരിക്കുന്നവരുണ്ടോ? നിങ്ങൾ എവിടുത്തെ ഏത് അറബിയാ? സൗദി ആണോ? യുഎഇ? വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ആ അത് ശരി. വേറെ ആരെങ്കിലും? ഓക്കെ. അപ്പോ അറബി അറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ കുറച്ച് സ്പീഡിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എക്സാക്ട് അറബി അല്ല അവർ പറയുന്നത്. ഇതിന് ഫുസ്ഹ എന്നാ പറയാ, മറ്റേത് ആമിയ എന്ന് പറയും. ആമിയ എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന കൊളോക്കിയൽ അറബിക്കാണ് പറയാ. ഇത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അറബി, സ്റ്റാൻഡേർഡ് അറബി എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനെ എക്സസൈസ് വെച്ചോളി ഈ പണ്ഡിതനാണ്. ولا يصح قول بعضهم إن ماضي هذا المين علمي هو معاذ بن الحراء المتوفى. ചില ആൾക്കാർ ഈ ഇൽമു തസ്രീഫിന്റെ ഫൗണ്ടർ തന്നെ ആരാണെന്ന് പറയുന്നത് മുആദ് ബിനുൽ ഹറ ആണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വല്ലാ അബുൽ അസ്വദ് ദുഅലി ബാദ ഖവായിദ് നഹ്വി അവലം ബിഅംദി അമീറുൽ മുഅ്മിനീന. ഇത് നമ്മൾ പറഞ്ഞല്ലോ, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹു. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ ഓർഡർ അനുസരിച്ചാണ് ഈ ഇൽമുൻ നഹ്വ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ സെപ്പറേറ്റ് ആയിട്ട് ആയത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അബുൽ അസ്വദ് ദുഅലി എന്ന പണ്ഡിതൻ തീരുമാനിക്കുന്നത്. ലമ്മ ഫശൽ ലഹ്നു ഫിൽ കലാമി വൽ ഖിറാഅത്തി. എങ്ങനെ കലാമിലും ഖിറാഅത്തിലും അറബി തന്നെ പല നാടുകളിലായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്, മക്കയിൽ മാത്രമല്ല. ഈ മക്ക സീസണിൽ വരുമ്പോൾ, ഹജ്ജ് സീസൺ ആകുമ്പോൾ ഇവരെല്ലാവരും പരസ്പരം കാണുകയും അപ്പോഴാണ് ഈ വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിയാം. അല്ലാത്ത സമയത്ത് ഇന്നത്തെ പോലെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല നാടുകളിലായിട്ടായിരുന്നു അറബി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആഫ്രിക്കയിലും കുറെ അറബി സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്. പിന്നെ ഈ ഏഷ്യയുടെ വെസ്റ്റ് സൈഡിലും ഉണ്ട്. കുറച്ച് ഖലീജിലൊക്കെ വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലും ഈ ഒരു അറബി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് തമ്മിലൊക്കെ പല ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫറൻസുകൾ കൂടി വന്നപ്പോ ആണ്, അതായത് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ തന്നെ പല ഖിലാഫുകളും വന്നു. പലരും ഓതുന്ന പോലെയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് ചിലരൊക്കെ ഓതി തുടങ്ങിയത്.
അപ്പൊ ഇത്തരം തെറ്റുകളൊക്കെ വന്നപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു എന്താകുന്നത്, ഇങ്ങനെ ഒരു 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 ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. സുമ്മ ഖലഫഹു നസ്ർ ഇബ്നു ആസിം. പിന്നെ അതിനുശേഷം ഈ ഒരു ഉദ്യമം, ഈ ഒരു സബ്ജക്റ്റ് വിശാലമാക്കാനാണ് നസ്ർ ഇബ്നു ആസിം എന്ന പണ്ഡിതൻ ഉണ്ടായത്. പിന്നെ വേറെ കുറച്ച് പണ്ഡിതന്മാരുണ്ട്. അതാണ് പറയുന്നത് അൻസത്ത് ഇബ്നുൽ ഫീൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഹുർമുസ്, വയഹിയ ഇബ്നു യഅ്മുർ അൽ അദ്വാനി, വബ്നു അബി ഇസ്ഹാഖ് അൽ ഹദ്റമി, വഈസ ഇബ്നു ഉമർ, വഅബൂ അംർ ഇബ്നു അൽ അലാ, അങ്ങനെ കുറെ പണ്ഡിതന്മാര്. സുമ്മ തലക്ക റോസ അഹ്ലിൽ കൂഫത്തി അൻ നഹ്വ അൻ ഹൗലാഇൽ ഉലമാഇ. പിന്നെ കൂഫയിലെ പണ്ഡിതന്മാര് ഈ ഇൽമില് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആൾക്കാരാണ്. സുമ്മ തനാഫസൽ ഫരീഖാനി. പിന്നെ ബസറക്കാരും. ഇപ്പോൾ ഈ നഹ്വ് നമ്മൾ കൂടുതൽ ഇൽമു സർഫൊക്കെ പഠിക്കുമ്പോൾ പറയും ഇത് കൂഫക്കാരുടെ അഭിപ്രായമാണ്, ഇത് ബസറക്കാരുടെ അഭിപ്രായമാണ് എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആൾക്കാരാണ്. ആദ്യം ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ നടത്തി, പിന്നീട് ബസറക്കാരും കൂഫക്കാരൊക്കെ എന്താ ഈ ഇൽമില് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർക്കിടയിൽ ഒരു വ്യത്യാസം തന്നെ വരുന്നത്. ബസറക്കാർ കൂഫക്കാർ എന്നതിൽ അവരുടെ ചില വിഷയങ്ങളിലൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഇൽമില് ആ ആ അത് ഇതാക്കണം, സ്ക്രീനിൽ ഇപ്പൊ കാണുന്നില്ലേ ഈ പാരഗ്രാഫിലെ അബുൽ അസ്വദ് ദുഅലി, അബുൽ അസ്വദ് ദുഅലി എന്ന് പറഞ്ഞ പണ്ഡിതൻ. ഈ ടെക്സ്റ്റ് ഇതിലുണ്ട് കേട്ടോ, LMS റിസോഴ്സസിലുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഇത് ഹിജ്റയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ കേട്ടോ. ഹിജ്റ 69 അലി റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ഹിജ്റ 69 തന്നെ ഇൽമുണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞ നമ്മള് ബസറക്കാരും കൂഫക്കാരും ഈ ഇൽമിന്റെ വികാസത്തിന് വേണ്ടിയിട്ട് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ സോറ താമൽ ഉസൂലി വൽ ഖവാഇദി, ഇങ്ങനെ അവരുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉസൂലും ഫൗണ്ടേഷൻസും നിയമങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. അമിൻ അഷരിൻ നുഹാത്തി മിനൽ ബസരീന. അപ്പൊ ബസറക്കാരും കുഫക്കാരും സ്പെസിഫിക് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു. ഈ ബസരീന ബസറക്കാരിൽ പെട്ട വളരെ ഫേമസ് ആയ പണ്ഡിതനാണ് അൽ അഖ്ഫശുൽ അക്ബർ, അഖ്ഫശ് ഇമാം എന്ന് പറയും. വൽ ഖലീൽ ഇബ്നു അഹമ്മദ്, ഖലീൽ ഇബ്നു അഹമ്മദ് എന്ന് പറഞ്ഞ പണ്ഡിതൻ, യൂനിസ് ഇബ്നു ഹബീബ്, വസീബവൈഹി, സീബവൈഹി അവരെ പറ്റിയിട്ട് എന്താ പറയാ, ഇൽമുൻ നഹ്വിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് സീബവൈഹി എന്നൊക്കെ പറഞ്ഞാല്. ഇനി ഇപ്പൊ നമ്മളെ കാലത്ത് തന്നെ എന്ത് പറയും, ഒരാൾ നഹ്വിലൊക്കെ ഭയങ്കര ഉഷാറാകുമ്പോൾ, ഇൽമു സർഫിലും നഹ്വിലൊക്കെ ഉഷാറാകുമ്പോൾ അവരെ പറ്റി ഈ കാലഘട്ടത്തിലെ സീബവഹിയാണ് അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലെ സീബവഹിയാണെന്നൊക്കെ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്. അവരുടെ ആ ഒരു എന്താണ്, അവർ അത്രത്തോളം ഉഷാറായതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു ഇഡിയമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൽ യസീദി, യസീദി എന്ന് പറഞ്ഞ പണ്ഡിതൻ, വൽ അസ്മായി, വൽ അഖ്ഫശുൽ ഔസത്ത്, ഖുത്റുബ്, വൽ ജർമി, വൽ മാസിനി, റയാഷി, വൽ മുബരിദ്. ഓക്കെ, ഇനി ഒമിൻ അഷരിൻ നുഹാത്തി മിനൽ കൂഫീന. അപ്പൊ ബസർക്കാരിലെ കുറച്ച് പണ്ഡിതന്മാരെ പറഞ്ഞു. ഇനി കൂഫക്കാരിലെ കുറച്ച് പണ്ഡിതരായിരുന്നു ആര്? അബൂ ജഅഫർ റുആസി, മുആദ് ഇബ്നുൽ ഹറ, പിന്നെ അൽ കിസായി, വൽ അഹ്മർ, വൽ ഫറാ, വൽ ലിഹിയാനി, വബ്നു സഅദാൻ, വബ്നു സിക്കീത്ത്, വസ്സഅലബ്, വമിൻ അശ്ശരിൽ മുഅല്ലഫാത്തി ഫി ഹാദൽ മിദ്മാരി. അപ്പോൾ ബസറക്കാരായ കൂഫക്കാരായ കുറച്ച് പണ്ഡിതന്മാരെ പറഞ്ഞു. ഇനി വലിയ വളരെ പ്രശസ്തമായ ഈ ഫീൽഡിലുള്ള കുറച്ച് കിതാബുകളാണ് പറഞ്ഞത്. കിതാബുൽ ഐൻ, അതിൽപ്പെട്ടാണ് കിതാബുൽ ഐൻ, ഖലീൽ ഇമാമിന്റെ കിതാബുൽ ഐൻ, ഖുർആനുൻ നഹ്വി, സീബവി ഇമാമിന്റെ ഖുർആനുൻ നഹ്വ് എന്ന കിതാബ്, വൽ മഖായിസു ലിൽ അഖ്ഫശി, അഖ്ഫശ് ഇമാമിന്റെ മഖായിസ്, വൽ മസാദിറുൽ കിസായി ഇമാമിന്റെ മസാദിർ, മആനിൽ ഖുർആനി ലിൽ ഫറാഇ.
അവരുടെ മആനിൽ ഖുർആൻ എന്ന കിതാബ്. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യം ഇൽമു നഹ്വ് സർഫ് ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഈ തസ്നീഫുകളും പഠനങ്ങളും ക്ലാസ്സുകളും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ ഈ ഫീൽഡിൽ സ്പെസിഫിക് ആയിട്ട് തസ്രീഫിന്റെ വിഷയത്തിൽ സ്വതന്ത്രമായിട്ട് തുടങ്ങിയത് ഏത് കാലം മുതലാണ്? മാസിനി ഇമാമിന്റെ കാലം മുതലാണ്. അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞു തസ്രീഫ് എന്ന കിതാബ്, അത് മുതലാണ് സെപ്പറേറ്റ് ആയിട്ട് ഇൽമു സർഫിനെ പഠിപ്പിക്കാനും അതിനെപ്പറ്റി ഗ്രന്ഥങ്ങൾ രചിക്കാനും തുടങ്ങിയത്. നഷീർ ഉലമായ സർഫി അബൂ സയ്യിദ് സൈറാഫി. ഇനി സർഫിന്റെ വിഷയത്തിൽ വളരെ ഫേമസ് ആയ പണ്ഡിതന്മാരാണ് അബൂ സയ്യിദ് സൈറാഫി, അബുൽ അലിയുൽ ഫാരിസി, അബുൽ ഫത്ഹ്, ഉസ്മാൻ ബിൻ ജിനി വസ്സമഖ്ശരി വബ്നുൽ ഹാജിബ് വബ്നു ഉസ്ഫൂർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ. ഓക്കെ, ഇനി എല്ലാ കിതാബ് പഠിക്കുമ്പോഴും എല്ലാ വിഷയം പഠിക്കുമ്പോഴും അതിന്റെ മബാദിഉൽ അശറ പഠിക്കണം എന്നാ അവർ പറയാം. 10 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഒരു ഒരു നോളജിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പഠനശാഖയെ സംബന്ധിച്ചിടത്തോളം. എന്തിനാണ് പെട്ടതാണ് നമ്മൾ എന്തിനാണ് പഠിക്കണത്, എന്താണ് ഈ വിഷയം, ഇതാരാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഇതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കണ്ടന്റിലേക്ക് കടക്കാം. കുറെ വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ എന്താ, അതിന്റെ ഹദ്ദാണ് പറയുന്നത്. ഹദ് മീൻസ് അതിന്റെ ഡെഫിനിഷൻ. ഇന്നും ബി ഉസൂലിൻ തുഅറഫു ബിഹാ സിയാഅത്തു അബ്നിയത്തിൽ കലിമി വഅഹ്വാലുഹാ വമാ യഅരിദു ലി ആഖിരിഹാ മിമ്മാ ലൈസ ബി ഇറാബി വലാ ബിനായി. അപ്പോൾ കലിമത്തിന്റെ പല സ്ട്രക്ചറുകൾ മനസ്സിലാക്കാനുള്ള എന്താണ് പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു പഠനത്തിന്റെ ഒരു കലിമത്തിന്റെ ഒരു വാക്കിന്റെ പല സ്ട്രക്ചറുകൾ, അപ്പൊ അത് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് അർത്ഥം മാറുന്നത്. ഇപ്പോ ഒരു കാര്യം ചെയ്യുക എന്നൊരു ഫീല്, ഫഅല ചെയ്യുക എന്നൊരു സാധനം നമുക്കറിയാം. അപ്പൊ അതിനെപ്പറ്റി ചെയ്ത ആള് എന്നെങ്ങനെയാണ് നമുക്ക് ആക്കാൻ പറ്റുക, ചെയ്ത ഒരു പെണ്ണ് എന്നെങ്ങനെയാണ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ നീ ചെയ്യ്, അതിപ്പോ മലയാളത്തിൽ നമുക്കറിയാം ചെയ്യുക, ചെയ്യുന്നു, നീ ചെയ്യ്, നീ ചെയ്യരുത്, ചെയ്യുന്ന ആള്, ചെയ്യുന്ന പെണ്ണ്, അങ്ങനെ പല രീതിയിലൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് അറബിയിൽ മാറ്റുക, ഈ ഒരു വിഷയമാണ് ഇൽമു സർഫ്. അപ്പൊ അതാണ് അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞത്. തുറഫ് ബിയ സിയാഗത്തു അബ്നിയത്തിൽ കലിമി വഅഹ്വാലുഹ, അതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഈ മൗദൂഹു, ഇതിന്റെ വിഷയം എന്താണ്? ലസ്മാ, ഫീലുകളും അതേപോലെ തന്നെ ഫീലുകളും ഇസ്മുകളാണ്. അറബി ഭാഷയിലുള്ള ഇസ്മുകളും ഫീലുകളൊക്കെയാണ് ഇതിൽ വരുന്ന വിഷയം. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഫൗണ്ടർ ആരാണ്? അബുൽ അസ്വദ് ദുവലി എന്ന പണ്ഡിതനാണ്. പിന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഖത്ത ഇല്ലാതെ, തെറ്റുകളില്ലാതെ ഭാഷ മനസ്സിലാക്കുക. പിന്നെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഇസ്തിആനത്തു അലാ ഫഹ്മി കലാമില്ലാഹി കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും സുന്നത്തും ഹദീസുകളും അതേപോലെ തന്നെ കലാമുള്ള, ഇതൊക്കെ തെറ്റില്ലാണ്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ഭാഷ തെറ്റില്ലാതെ ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് അറബികളുടെ സംസാരത്തിൽ നിന്നാണ് ഇത് ഈ ഒരു നോളജ്, ഈ ഒരു പഠനശാഖ എടുത്തിട്ടുള്ളത്, വികസിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇൽമു സർഫ് എന്ന് പറയും, ഇൽമു തസ്രീഫ് എന്ന് 2 രൂപത്തിൽ പറയാറുണ്ട്. ഇനി ഇത് പഠിക്കല് വാജിബ്, ഫർദ് കിഫായാണ് ആർക്ക്? എല്ലാ നാട്ടിലുള്ള ആൾക്കാർക്കും. കാരണം ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാകുന്ന കുറച്ച് ആൾക്കാരെങ്കിലും എവിടെ വേണം? നാട്ടിൽ വേണമല്ലോ. അത് പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ആൾക്കാർ വേണം. അപ്പൊ ആ അർത്ഥത്തിൽ ഫർദ് കിഫയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വുജൂബുൽ ഐനിയും അലാമയും യസ്തഗിലു ബി തഫ്സീരി വൽ ഹദീസ്, ഹദീസും തഫ്സീറൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് നിർബന്ധമാണ്. വാജിബ് ഫർദ് ഐനാണ്, വുജൂബുൽ ഐനിയു. അപ്പൊ നമ്മൾ ഏതായാലും ദർസിന്റെ ഭാഗമായിട്ട് ഹദീസും തഫ്സീറൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് പഠിക്കലും നിർബന്ധമാണ്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ബിദ്അത്ത് മഖ്സൂദ് അല്ല എന്ന് പറയാം. ഇത് എന്താണ്, ബൈ ഇറ്റ്സെൽഫ് നമ്മൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് വളരെ അത്യാവശ്യമാണ്. ഈ ഭാഷ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഉലൂമുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ. ഇനി ഇനി തുടക്കത്തിലുള്ള ഇനി നമ്മൾ കണ്ടന്റിലേക്ക് കിടക്കാണ്. അതിനു മുമ്പ് നമ്മൾ പഠിക്കുന്ന കിതാബിന്റെ പേര് മീസാൻ എന്നാണ്. ഇത് പാരമ്പര്യമായിട്ട് നമ്മളെ പള്ളി ദർസുകളിലൊക്കെ ഒരു കുട്ടിനെ ഫസ്റ്റ് ദർസിൽ കൊണ്ടാക്കുമ്പോൾ ഓതി കൊടുക്കുന്ന കിതാബാണ് എന്ത് മീസാൻ എന്ന് പറഞ്ഞാല്. മീസാൻ പഠിച്ചിട്ടാണ് ബാക്കിയുള്ള വലിയ വലിയ എന്താ പറയാ കിതാബുകളിലേക്ക് ആദ്യം കിടക്കുക. 10 കിതാബ് മീസാനൊക്കെ ആയിരിക്കും ആദ്യം ഓതുക. നിങ്ങൾ നാട്ടു ദർസിലൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. 10 കിതാബ് മീസാനൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഓതുക. അപ്പൊ അതിൽ പെട്ട മീസാൻ എന്ന കിതാബാണ് സർഫ്. ഇത് നഹ്വ് സർഫ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഓതുന്ന കിതാബാണ് മീസാൻ. പിന്നെ ഫിഖ് മുത്തഫരീദ് എന്ന കിതാബൊക്കെ ഓതും. പിന്നെ കിഫായത്തുൽ അവാമ്, അതേപോലെ തന്നെയുള്ള ബൈത്ത് കാര്യങ്ങളൊക്കെ മറ്റു വിഷയങ്ങൾക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കിതാബിന് പുറമെ നമ്മൾ പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇങ്ങനെ സെൽഫ് എക്സ്പ്ലനറി ആയിട്ടുള്ള ഒരു മലയാളം ടെക്സ്റ്റ് കൂടി ഉണ്ട്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ റിസോഴ്സസിൽ നഹ്വ് സർഫിന്റെ ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് വായിച്ച് ഇതും കൂടി കിതാബും കൂടി നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അത്രത്തോളം സമയമില്ല. പെട്ടെന്ന് തന്നെ ഭാഷ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫീൽഡുകളിലേക്കൊക്കെ ബാക്കിയുള്ള കിതാബുകളൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായി തീരും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വായിബുൽ മീസാൻ എന്ന കിതാബാണ് നമ്മൾ ആദ്യമായിട്ട് ഓതുക. അത് കഴിഞ്ഞിട്ട് അജ്നാസ് സൂറ എന്ന കിതാബ് ഓതും. അത് കഴിഞ്ഞിട്ട് അജ്നാസുൽ കുബ്ര എന്ന കിതാബ് ഓതും. ഇതാണ് സർഫിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഓതുന്ന 3 കിതാബുകൾ: മീസാന്, അജ്നാസ് സൂറ, അജ്നാസുൽ കുബ്ര. ഈ 3 കിതാബിന്റെയും മുസന്നിഫ് മീൻസ് ഓദർ ആരാണ്? ഒരാളാണ്. ഷെയ്ഖുൽ അല്ലാമ അൽ ആരിഫ് ബില്ലാഹി ഷഹീർ ബിഷെയ്ഖ് മുഹമ്മദ് ലബ്ബിൻ ഷെയ്ഖ് അൽ അല്ലാമ സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന കായൽ പട്ടണത്ത് മറവിട്ട് കിടക്കുന്ന പണ്ഡിതനാണ് ഈ 3 കിതാബുകൾ രചിച്ചിട്ടുള്ളത്. മുഹമ്മദ് ലബ്ബ ബിനു ഷെയ്ഖ് അൽ അല്ലാമ സ്വദഖത്തുല്ലാഹിൽ കാഹിരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വദഖത്തുല്ലാഹിൽ കാഹിരി. അവർക്ക് വേറെയും നബികീർത്തനത്തിലൊക്കെ ഒരുപാട് ബൈത്തുകളൊക്കെ ഉള്ള പണ്ഡിതനും കൂടിയാണ്. അപ്പൊ അവര് ഉലിത സനത്ത 1070 ഹിജ്റ 1070 ഇവർ ജനിച്ചത്. കാഹിർ മിൻ വിലായത്ത് തമിഴ്നാട്ടിലെ കായൽ പട്ടണം എന്ന സ്ഥലത്ത്. അങ്ങനെ അവര് ഉപ്പാന്റെ അടുത്താണ് സ്വദഖത്തുള്ള എന്ന അവരുടെ ഉപ്പാന്റെ അടുത്താണ് കിതാബുകളൊക്കെ പഠിച്ചത്. അപ്പൊ ഇവരുടെ പേര് ഇതാണ് നിങ്ങൾ ഇതിൽ കാണുന്നില്ലേ, മുഹമ്മദ് ലബ്ബ ബിൻ ഷെയ്ഖുൽ അല്ലാമ സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്നാണ്. മുഹമ്മദ് ലബ്ബ എന്നാണ് ഇവരുടെ പേര്. അഷേഖ് മുഹമ്മദ് ലബ്ബ. എന്നിട്ട് അവരുടെ ഉപ്പാന്റെ പേരാണ്, അറബിയുള്ള സ്റ്റൈലാണല്ലോ അങ്ങനെ, ബിനു ഷെയ്ഖ് അൽ അല്ലാമ സ്വദഖത്തുല്ലാഹിൽ കാഹിരി. സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്നവരുടെ മകനായ മുഹമ്മദ് ലബ്ബ എന്നാണ് ഇവരുടെ പേര്. മുഹമ്മദ് ലബ്ബ ബിനു ഷെയ്ഖ് അൽ അല്ലാമ സ്വദഖത്തുല്ലാഹിൽ കാഹിരി. ഓക്കെ. അങ്ങനെ സ്വദഖത്തുള്ള എന്ന ഉപ്പയിൽ നിന്നാണ് ബേസിക് ആയിട്ട് കിതാബുകളൊക്കെ ഇവർ പഠിച്ചത്. പിന്നെ അവരുടെ അമ്മിൽ നിന്നും, അവരുടെ പിതൃവ്യയിൽ നിന്നായ ഉപ്പയുടെ സഹോദരനായ സലാഹുദ്ദീൻ അൽ കാഹിരി എന്നവരിൽ നിന്നും. പിന്നെ അപ്പൊ അവരുടെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് എന്ത് മീസാന്, അജ്നാസ് സൂറ, അജ്നാസുൽ കുബ്ര തുടങ്ങിയ കിതാബുകളിലൊക്കെ. ഹിജ്റ 1130 അവര് മരണപ്പെടുന്നത്. തമിഴ്നാട് തന്നെ പാളയംകോട്ട എന്ന സ്ഥലത്താണ് അവരെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. റഹിമഹുല്ലാഹു തആല നഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അവരെ കൊണ്ട് നമ്മുടെ ഇൽമുകളിലൊക്കെ അല്ലാഹു തആല നഫ്ഉ ചെയ്യട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കിതാബുൽ മീസാൻ ഫി തസ്രീഫിൽ അഫ്ആൽ. അതാണ് കിതാബിന്റെ പേര്. കിതാബുൽ മീസാൻ ഫി തസ്രീഫിൽ അഫ്ആൽ. നിങ്ങൾ മുമ്പ് ദർസിൽ ചെറുതായിട്ട് പഠിച്ചവരൊക്കെ ഉണ്ടോ? സൊർഫാക്കി പഠിച്ച് പരിചയമുള്ളവരുണ്ടോ? ഇതിന് സൊർഫാക്കാന്നാ പറയാം. നമ്മൾ ഫസ്റ്റില് പറയാൻ പോകുന്ന വിഷയങ്ങളെ
സൊറഫാക്കാന്നാണ് പറയാ. ഇവരിങ്ങനെ ദർസിലെ കുട്ടികൾ ഇങ്ങനെ ഓതുന്നത് കേൾക്കാം. നിങ്ങൾ പണ്ട് ദർസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പഠിക്കുന്ന മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സൊറഫാക്കുന്നത് കേൾക്കാൻ പറ്റും. ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലിന എന്ന് പറഞ്ഞിട്ട് ഒരു 14 വേർഡ്സ് ഉണ്ട്. ഇതിങ്ങനെ സൊറഫാക്കി പഠിക്കുക ചെയ്യാം. 14 അല്ല, ഇനി ഇഷ്ടം പോലെ വരും. ഞാൻ സ്ക്രോൾ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നില്ല ഇത്? ഫാല അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പൊ തുടങ്ങാണ് കേട്ടോ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാരും ഒന്ന് ഒരുമിച്ച് പറയോ? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദു. ഹംദ് ബിസ്മി ഹംദ് എന്തുകൊണ്ട് തുടങ്ങി. ഇനി ഫസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഫൈനൽ അഫ്ആല അലാ അർബഅത്തി അഖ്സാമിൻ. ഫീലുകള് 4 ഇനമാണ്. ഫീലുകൾ 4 ഇനമാണ്. ഇതൊക്കെ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇതിലുള്ളത്. ഇതിൽ ഷോർട്ട് ആക്കി നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ ഉഷാറാവും. ഫീലുകൾ 4 ഇനമാണ്. ഏതൊക്കെയാണ് ഫീലുകള്? അത് ഇംഗ്ലീഷിലും പറയാറുണ്ടല്ലോ. ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയില്ലേ? വെർബുകൾ എത്ര ഇനുണ്ട്? ടെൻസുകൾ എന്ന് പറയും. എത്ര ഇനുണ്ട്? കാലങ്ങൾ. മാലിയുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് 4 ആയിട്ടാണ്. ഇവിടെ കാലങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഇവിടെ ഫീലുകളാണ്. ഇവിടുത്തെ ഡിസ്കഷൻ ഫീലുകൾ എത്ര ഉണ്ട്, അത് ഈ ഫീലിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് 4 ആയിട്ടാണ് പറയുന്നത്. ഒന്നെന്താണ് മാലി, പിന്നൊന്ന് മുസ്തഖ്ബിൽ, പിന്നൊന്ന് അമ്ര്, പിന്നൊന്ന് നഹി. മാലി എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ പോയ കാലത്തെ പറ്റിയിട്ടുള്ള വാക്കുകൾക്കാണ് മാലി എന്ന് പറയാം. ഇനി മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റ് ഫ്യൂച്ചറിനും ഒറ്റ വാക്കാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് രണ്ടിനുമാണ് മുസ്തഖ്ബിൽ എന്ന് പറയാം. ഇനി വേറെ ഒന്നാണ് അമ്ർ എന്ന് പറഞ്ഞാല് ഓർഡറിങ്, കൽപ്പനകൾക്കാണ് അമ്ർ എന്ന് പറയാം. പിന്നെ നഹി എന്ന് പറഞ്ഞാല് വിരോധനം, ഒരു കാര്യം ചെയ്യരുത് എന്ന് സൂചിപ്പിക്കാനാണ് എന്ത് പറയുന്നത്, നഹി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം 4 ഫീലുകളാണ് അറബിയിലുള്ളത്. ഫൈനൽ അഫ്ആല, ഫീലുകൾ അല അർബഅത്തി അഖ്സാമിൻ, 4 ഇനമാണ്. മാലി, ഒന്ന് മാലിയാണ്. മിസ്ലു ഫഅല വ ദറബ, അതിന് ഉദാഹരണം പറയാണ് ഫഅല വ ദറബ. ഫഅല ദറബ പോലെ. ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു, ദറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. അപ്പോൾ ഫഅല ഒരു കാര്യം പാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞതിന് തൊട്ടാണ് എന്ത് പറയാ, ഫഅല എന്ന് പറയാം. ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു, അവൻ ചെയ്തു, അതിനാണ് ഫഅലന്റെ അർത്ഥം. അവൻ ഒരാൾ ചെയ്തു. പിന്നെ അവനൊരാൾ അടിച്ചു എന്നാകുമ്പോൾ എന്ത് പറയും, ദൊറബ എന്ന് പറയും. അവനൊരാൾ ഇരുന്നു എന്നാകുമ്പോൾ ജലസ എന്ന് പറയും. അവനൊരാൾ ഭക്ഷണം കഴിച്ചു എന്നാണെങ്കിൽ അക്കല എന്ന് പറയും. അപ്പൊ കഴിഞ്ഞു പോയ കാലത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി സൂചിപ്പിക്കാനാണ് ഈ മാവിയായ ഫീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മുസ്തഖ്ബിൽ ഉണ്ട്. മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാസ്റ്റ് അല്ല, പ്രസന്റ് ഓർ ഫ്യൂച്ചർ, വരാൻ പോകുന്നതോ ഇപ്പൊ നടക്കുന്നതായ കാര്യം. അപ്പോ ഉദാഹരണത്തിന് മിസ്ലു യഫ്അലു വയദ്രിബു. യഫ്അലു ഒരാൾ ഇപ്പൊ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും, ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. ഇപ്പൊ ഹുവ യദ്രിബു, അതുപോലെ തന്നെ യദ്രിബു അവൻ അടിക്കുന്നു അല്ല അടിക്കും. ഹുവ യദ്രിബു പറഞ്ഞാൽ എന്തെങ്കിലും എന്തായിരിക്കും അർത്ഥം, അടിക്കും എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുന്നു എന്നായിരിക്കാം. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവില്ല അവിടെ. എന്താ ഡൗട്ട് വരിക? എന്തായിരിക്കും ഡൗട്ട്? എന്നാ ഡൗട്ട് ഞാൻ പറയാം, നിങ്ങള് ഉത്തരം പറഞ്ഞാൽ മതി.
അപ്പൊ അത് എങ്ങനെയാണ് തിരിച്ചറിയാ? ഇപ്പൊ നമ്മള് കണ്ടു എതിരിപ്പൂ എന്ന സ്ഥലത്ത് കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം അടിക്കുന്നു എന്നാണോ അടിക്കുമെന്നാണോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അതെ. ഓക്കെ, ഉഷാറാണ്. നിങ്ങൾ അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യത്തിൽ പറഞ്ഞു? ഇപ്പോ ഓൾറെഡി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തൊട്ട് മുസ്തഖബിലായ വരാൻ പോകുന്ന കാര്യങ്ങൾ തൊട്ടാണ് വിഷയം പറയുന്നതെങ്കിൽ അവിടെ അങ്ങനെ ആയിരിക്കും അർത്ഥം. ഫ്യൂച്ചറിലുള്ള അർത്ഥമായിരിക്കും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള അർത്ഥമായിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി അമ്രുണ്ട്. മിസ്ലു ഇഫ് അൽ വദ്രിബ്. മൂന്നാമത്തേതാണ് അമ്ര. അതാണ് ഇഫ് അൽ ഇദ്രി പോലെ. ഇഫ് അൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? നീ ചെയ്യ്, നീ ഒരു പുരുഷൻ ചെയ്യ്. ഇനി ഇദ്രിബ്, അതേപോലെ തന്നെ ഇദ്രിബ്. ഇദ്രിബ് എന്ന് പറഞ്ഞാല് നീ ഇരിക്ക്. അറബികളൊക്കെ പറയും ഉസ്കുത്ത് എന്ന് പറയും, മിണ്ടരുത് എന്ന് പറയും അല്ലെ, ഉസ്കുത്ത്. അപ്പൊ അമ്രാണ്, നീ മിണ്ടരുത് എന്ന അർത്ഥം. അല്ലെങ്കിൽ ചിലടത്ത് പറയും ഉമ്രക്കൊക്കെ പോകുമ്പോ കേൾക്കാല്ലേ, യാ ഹാജി ഇജ്ലിസ് ഇജ്ലിസ് എന്നൊക്കെ പറയും. ലാത്ത് ഇജ്ലിസ് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഇരിക്ക് അല്ലെ ഇവിടെ ഇരിക്കരുത് എന്നൊക്കെയാണ് അർത്ഥം. കുദ്ദാമ എന്നൊക്കെ കേൾക്കാറില്ലേ? അല്ലാ. നഹിയൻ. അപ്പൊ അതേപോലെ തന്നെയാണ് നഹി. മിസ്ലു ലാ തഫ്അൽ വലാ തദ്രിബ്. നാലാമത്തെ എങ്ങനെയാണ്? ലാ തഫ്അൽ വലാ തദ്രിബ്, നീ ഇരിക്കരുത്. വലാ തദ്രിബ് എന്ന് പറഞ്ഞാല് നീ അടിക്കരുത്. അതാണ് നഹി. ലാ തഫ്അൽ, നീ ചെയ്യരുത്. ലാ തദ്രിബ്, നീ അടിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മള് ഫീലുകൾ മൊത്തത്തിൽ 4 ആക്കി തിരിച്ചു. ഏതൊക്കെയാണ് 4 ഫീലുകൾ? ഒന്ന് മാലി, 2 മുദാരി. മാലി മുസ്തഖ്ബിൽ. ഓക്കെ, മാലി മുസ്തഖ്ബിൽ, അമ്ര, നഹി. ഓക്കെ, അപ്പൊ ഇനി മാലിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോവാ. അൽ ഫീലുൽ മാലി, ഫീലുൽ മാലിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോവാ. ഓക്കെ, അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ 14 എണ്ണം ഉണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ വായിച്ചു നോക്കാം. ഇത് വല്ലാണ്ട് തിയറി ആയി പോയോ? നിങ്ങള് ആണെങ്കിൽ ഒന്നുകൂടി ചിലപ്പോൾ കേൾക്കേണ്ടി വരും, എനിക്കറിയില്ല. എന്താണ് ഇപ്പൊ നിങ്ങള് എന്താണ് സ്പീഡ് ആക്കണോ പതുക്കെ ആക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പോയോ? കാണുന്നില്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ ഇപ്പോ? ഹലോ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? പോയി. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോ ഇതിൽ ഇവർക്ക് ഫുള്ള് കാണാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഫുള്ള് കാണുന്നില്ലേ ഇപ്പോ? അല്ലേ, കണ്ടൂടെ? ഓക്കെ ഓക്കെ, അപ്പോ ഫഅല, ഫഅലു. ഇത് നിങ്ങൾ പറയാനുള്ളതാട്ടോ. നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഫഅല, ഫഅലു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഓരോന്നിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇത്
പ്രത്യേകിച്ച് ഇപ്പൊ ലോജിക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കാൻ വേണ്ടത്. ഇതിങ്ങനെ ഒറ്റ ഇതില് പറയാൻ കിട്ടണം. അത് നമ്മള് എന്താ പറയാ, ചിലത് കാണാതെ പഠിച്ചിട്ട് ഉപകാരമുണ്ടല്ലോ. ചിലത് മനസ്സിലാക്കാനുള്ളതാണ്, ചിലത് കാണാതെ പഠിക്കാനുള്ളതാണ്. ഇത് കാണാതെ പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഈ വാക്കുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാൻ പറ്റുള്ളൂ. ഇത് ഇന്നതാണ്, ഇത് മാലിയാണ്, അല്ലെങ്കിൽ മാലി മുതാരിയാണ്, അമ്രാണ് നഹിയാണ്, അല്ലെങ്കിൽ അമ്ര നഹീന്റെ തന്നെ ഏത് അതിന്റെ ദൊമീർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയാലേ പെട്ടെന്ന് നമുക്ക് അർത്ഥം ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് കാണാതെ പഠിക്കുകയാണ് ഇപ്പൊ വേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ഫാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ്. ഫാല എന്ന് പറഞ്ഞാല് അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഫാല എന്ന് പറഞ്ഞാല് അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫാലു എന്ന് പറഞ്ഞാല് അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലത്ത് എന്നാണെങ്കിൽ അവൾ ഒരു സ്ത്രീ. അത് ശ്രദ്ധിക്കണം. ഇതുവരെ അവൻ അവൾ എന്നുള്ള കേട്ടോ. ഫസ്റ്റ് മൂന്നെണ്ണം അവനൊരു പുരുഷൻ, പിന്നെ അവർ രണ്ട് പുരുഷന്മാർ, പിന്നെ അവർ കുറെ പുരുഷന്മാർ. മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ, കാരണം അവർ കുറെ. രണ്ടിൽ കൂടുതലായ പിന്നെ അവറായി. രണ്ടാണെങ്കിൽ അതിന് സെപ്പറേറ്റ് വേർഡ് ഉണ്ട്. ഓക്കെ, ഇനി ഫഅലത്ത് എന്നാവുമ്പോ അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഇപ്പൊ ഫഅല ആയതുകൊണ്ടാണ് പ്രവർത്തിച്ചു എന്ന് അർത്ഥം വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൊറബയാണെങ്കിൽ അടിച്ചു എന്ന് അർത്ഥം വരാം. ഓക്കെ, അത് നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഇപ്പൊ ഇത് നോക്കാം. ഫഅലത്ത് എന്നാവുമ്പോ അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅലത്ത എന്നാവുമ്പോ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽന എന്നാവുമ്പോ അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽത്ത എന്നാവുമ്പോ നീ പ്രവർത്തിച്ചു. ഫഅൽത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽത്തും നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽത്തി. അപ്പോൾ ഇത് കണ്ടോ, ഫഅലിനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തൊരു സ്റ്റെപ്പാണ്. ഇത് പുരുഷന്മാർക്കുള്ളതാണ്, പക്ഷെ ഇത് പുരുഷന്മാരിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഇവിടെ സ്ഥലത്തില്ലാത്ത ദൂരെയുള്ള ആൾക്കാരെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അവൻ പ്രവർത്തിച്ചു, അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, ഇവിടെ അടുത്തുള്ള ഒരാളെ പറ്റിയാണ് പറയുന്നത്. നീ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ. ഫാൽത്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫാൽത്തും നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഈ ഫാൽത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫാൽത്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫാൽത്തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് മൂന്നെണ്ണം പറഞ്ഞു, പിന്നെ മൂന്നെണ്ണം പറഞ്ഞു, പിന്നെ മൂന്നെണ്ണം പറഞ്ഞു, പിന്നെ മൂന്നെണ്ണം പറഞ്ഞു. 4, 3, 12 ആയി. ഇനി ലാസ്റ്റ് രണ്ടെണ്ണമാണ് ഫഅൽതു, ഫഅൽന. ഫഅൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു. ഇതുവരെ അവർക്കുള്ളതും അവർ കുറെ പുരുഷന്മാരായാല്, അവർ കുറെ സ്ത്രീകളായാല്, പിന്നെ നിങ്ങൾ ഇവിടെ ഉള്ള കുറച്ച് ആണുങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ ഹാദിറായ സ്ഥലത്തുള്ള കുറച്ച് പെണ്ണുങ്ങളോട് പറയുന്ന കാര്യം പറഞ്ഞു. ഇനി ലാസ്റ്റ് എന്നെ പറ്റി പറയണം. ഞാൻ എന്ത് പ്രവർത്തിച്ചു, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഫാൽത്തു, ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയും. ഫഅൽന എന്ന് പറഞ്ഞാല് ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 14 ആവുന്നത്. അപ്പൊ ഇതിങ്ങനെ മൂന്നാക്കി തിരിച്ചു കഴിഞ്ഞാല് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് 3 ഒരു 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 ടീമാണ്. എന്തിനുള്ള ടീമാണ്? സ്ഥലത്തില്ലാത്ത ആണുങ്ങളെ പറ്റി പറയുന്ന ടീമാണ്. ഫഅല, ഫഅല, ഫഅലു. പിന്നെ സ്ഥലത്തില്ലാത്ത പെണ്ണുങ്ങളെ പറ്റി പറയണതാണ് എന്ത്? പിന്നത്തെ 3 ഒരു ടീമായിട്ടുള്ളത്. ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. പിന്നെ പിന്നത്തെ 3 സ്ഥലത്തുള്ള ഹാദിറായ ആരെ പറ്റി പറയാണ്? പുരുഷന്മാരെ പറ്റി പറയാണ്. നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു, നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു, നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്ന് തുടങ്ങിയിട്ട്. ഇനി അടുത്തതാണ് നിങ്ങൾ, ഇവിടെ അടുത്തുള്ള സ്ത്രീകളെ പറ്റി പറയാം. നിങ്ങൾ ഒരു സ്ത്രീ, നീ ഒരു സ്ത്രീ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു എന്ന് പറയാം. പിന്നെ അവസാനം ഞാൻ പ്രവർത്തിച്ചു, അതാണ് ഫഅൽതു. പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു, അതാണ് ഫഅൽന എന്നത്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ഇന്ന്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞു നോക്കുമോ? ഫഅല, ഫഅല, ഫഅലു.
ഉം. ഫഅല ഒരുമിച്ച് പറയാം. ഫഅല, 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 ഫഅലു, ഫഅലത്ത്, ഫഅലത്താ, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നോക്കാം, പിന്നെ റെക്കോർഡിംഗ് കേൾക്കാം, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ക്ലിയർ ആണോ? വിശദീകരണങ്ങൾ എങ്ങനെ കൂട്ടണോ അതോ സ്ലോ ആക്കണോ? അല്ല, റെക്കോർഡിൽ കേൾക്കുന്നതിനേക്കാൾ നിങ്ങള് ക്ലാസ്സിനെ നമുക്ക് റെഡിയാക്കി പോകാൻ പറ്റിയ അതായിരിക്കും നന്നാവുക. ഉണ്ടോ? പക്ഷെ നിങ്ങള് സ്ലോ ആക്കണമെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഇനി എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഏത് ലെവലിലാണെന്ന് എനിക്ക് പെട്ടെന്ന് അറിയില്ല. ഐ കോണ്ടാക്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര തിരിഞ്ഞില്ല എന്നൊക്കെ ഉള്ളത്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ എന്റെ വിശ്വാസം. ഓക്കെ ഇൻഷാല്ലാ